DLF, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഈ പോയിന്റിലാണ് 174 കോടി രൂപ. ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് എതിർപ്പുണ്ടോ? ഇത്രയും പൈസ BJPക്ക് രാഹുൽ ഗാന്ധിയുടെ അളിയന്റെ കമ്പനി കൊടുത്തതിൽ ഏതെങ്കിലും കോൺഗ്രസുകാർക്ക് എതിർപ്പുണ്ടോ? ഇല്ല. എന്താ കാര്യം? എന്താ എതിർപ്പില്ലാത്ത കാര്യം? എന്താ? കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. ഇന്ത്യയിലെ കുത്തക കമ്പനികൾ അവരിൽ നിന്ന് പണം മേടിക്കാനുള്ള എളുപ്പ വഴി SBI വഴി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അതാണ് ഇലക്ട്രൽ ബോണ്ട്. അപ്പോ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പ്രമുഖന്മാരെ പറഞ്ഞേക്കുക മാത്രമല്ല, കോടികൾ BJPക്ക് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അങ്ങനെ പണം കൊടുത്തുകൊണ്ട് എന്താ രാഹുൽ ഗാന്ധിയുടെ അളിയന് കിട്ടിയ ഗുണം എന്താണെന്നറിയാമോ? അയാളുടെ പേരിൽ ഉണ്ടായ മുഴുവൻ കേസുകളും ഒഴിവാക്കി കൊടുത്തു. ഹരിയാനയിൽ ഏക്കർ കണക്കിന് ഭൂമി, ഹരിയാനയിൽ DLF ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി, സർക്കാരിന്റെ അടക്കം ഭൂമി കയ്യേറി അവരുടെ കൈവശമാക്കിയിരുന്നു. അത് സംബന്ധിച്ച് ഹരിയാന ഗവൺമെന്റ് സ്വീകരിച്ച കേസ് പിൻവലിച്ചു കൊടുത്തു. 174 കോടി രൂപ കൊടുത്താൽ എന്താ? കേസുകളൊക്കെ പിൻവലിച്ചു കൊടുത്തില്ലേ? അതാണ് വധേര ഗാന്ധിക്ക് കിട്ടിയ ഗുണം. റോബർട്ട് വധേരയെ വധേര ഗാന്ധി എന്നാണ് പറയപ്പെടുന്നത്. ഗാന്ധി ചേർത്ത് കൊടുക്കണല്ലോ എല്ലാവരുടെ കൂടെ, ഫ്രീ ആയിട്ട് കൊടുക്കണം ഗാന്ധി, വധേര ഗാന്ധി. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം ഇല്ലാത്ത ഒരു ഇന്ത്യയെ കുറിച്ച് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. കാരണം ഇന്ത്യയിൽ ചോദ്യങ്ങൾ ഉയർത്തണമെങ്കിൽ ഇടതുപക്ഷം ഉണ്ടാകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൗരത്വ നിയമം സംബന്ധിച്ച് അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ഒന്നാമത്തെ പട്ടികയിലുള്ള പേര് കേരളം എന്നാണ്. അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരള നിയമസഭയാണ് ആ ബില്ല് പാസാക്കിയത്. ആ പ്രമേയം ബില്ലല്ല, പ്രമേയം പാസാക്കിയത്. പൗരത്വ ഭേദഗതി നിയമം കേരളം അംഗീകരിക്കില്ല. അത് മാത്രമല്ല, കോടതിയിൽ പോകാൻ തീരുമാനിച്ചു. അതിനെ ആക്ഷേപിക്കാൻ, കളിയാക്കാൻ മുന്നോട്ട് വന്ന രാഷ്ട്രീയ നേതാവിന്റെ പേര് നിങ്ങൾക്കറിയാമോ? VD സതീശൻ, നമ്മുടെ തൊട്ടടുത്ത മണ്ഡലംകാരൻ, പ്രതിപക്ഷ നേതാവ്. അത് ചോദിച്ചെന്തറിയാമോ? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ എന്താ അവകാശം എന്ന് വെച്ചത്? പിണറായി വിജയൻ അതിന് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? പിണറായി വിജയൻ അതിന് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ത്യൻ ഭരണഘടനയിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തി പൗരത്വം തീരുമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കെ അതിന് വിരുദ്ധമായി ഒരു നിയമം പാർലമെന്റിന് പാസാക്കാൻ അധികാരമില്ല. അങ്ങനെ പാസാക്കിയാൽ അത് നടപ്പിലാക്കാൻ കേരളം തയ്യാറല്ല എന്ന് പറഞ്ഞ നാടാണ് കേരളം. അതിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ ഇടതുപക്ഷത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് ഇത്തരമൊരു വിഷയത്തെ നമുക്ക് വളരെ സമഗ്രമായി നമ്മുടെ നാട്ടിൽ ജനങ്ങൾ പരിശോധിക്കാൻ സന്നദ്ധമാകണം എന്നാണ് ഞങ്ങൾക്ക് വിനയത്തോടു കൂടി പറയാനുള്ളത്.